എല്ലാവർക്കും സുഖമാണോ? എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു മുട്ട റോസ്റ്റ് ആക്കിയാലോ? മുട്ട റോസ്റ്റ് ചപ്പാത്തിക്കും ദോശക്കും പിന്നെ വെള്ളയപ്പത്തിന് ഇതൊക്കെ കഴിക്കാൻ പറ്റിയല്ലേ. അപ്പോൾ നമുക്കൊരു പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന മുട്ട റോസ്റ്റ് ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. മുട്ട ഞാൻ 2 എടുത്തിട്ടു. നിങ്ങൾക്ക് ആളുകൾ കൂടുതലുള്ളവർക്ക് 4 മുട്ടയെല്ലാം ഇടാം ഈ ഒരു ഇതിന്. ഞാൻ 2 എടുത്തിട്ടു. പിന്നെ തക്കാളി ഒരു 3 തക്കാളി എടുത്തിന്, ചെറിയ തക്കാളിയാണ് 3. ഉള്ളി 2, വലിയ ഉള്ളി. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്ന് ചതച്ചിട്ട് എടുത്തത്. പിന്നെ പച്ചമുളക്, കരിവേപ്പില, മല്ലിയില. പിന്നെ 1 സ്പൂണ് മുളക് പൊടി 1 സ്പൂണ്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂണ്, ഗരം മസാല, പിന്നെ ചിക്കൻ മസാല. ഇത് ജീരകം, വലിയ ജീരകത്തിൻ്റെ പൊടി. എല്ലാവരും ഈ പൊടി ഇതെല്ലാം 1/4 ടീസ്പൂണ്. മുളക് പൊടി മാത്രം 1 ടീസ്പൂണ്. ഇത്രയേ വേണ്ടൂ. പിന്നെ ഇനി നമുക്ക് മുട്ട റോസ്റ്റ് തയ്യാറാക്കിയാലോ? അപ്പോൾ അത് കാണാം. ഓക്കെ, നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 2-3 സ്പൂൺ എണ്ണ വേണം, കുറച്ച് കൂടുതൽ. ഉള്ളി നല്ല കായണ്ടേ, ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ടിട്ടാകുമ്പോൾ നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ചെറിയ രീതി അങ്ങനെയാകുമ്പോൾ നല്ല ഉള്ളി നല്ല വഴണ്ട് വരും. ഇനി ഇതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പിന്നീട് കരിവേപ്പില. ഇതിപ്പോൾ 2 ഉള്ളിയാണ് കേട്ടോ. വലിയ ഉള്ളി ആയതുകൊണ്ടാണ് ഇത്ര. ചെറിയ ഉള്ളിയാണെങ്കിൽ ഇത്ര ഉണ്ടാവില്ല. 2 ഇതിപ്പോൾ നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിയെല്ലാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി പൊടി ചേർത്താൽ പൊടി ചിലപ്പം കരിഞ്ഞു പോകും. തക്കാളി ചേർത്തിട്ട് പൊടി ചേർക്കാം. ചേർത്ത് കൊടുക്കാം. എല്ലാം ഒന്ന് ജോയിൻ്റ് ആയി കൊടുക്കാം. നന്നായിട്ട് ജോയിൻ്റ് ആയി കൊടുക്കാം. 2 മുട്ട കേട്ടാ. 2 മുട്ട. ഞാൻ 4 മുട്ടേനെ ഇടാം. ഇവിടെ 2 മുട്ട ഉണ്ടായിട്ട് വേണ്ടാകും. പിന്നെ 2 പേരല്ലോ. 4 മുട്ടേനെ ഇടാം. ഇത്ര പോരാ ഗ്രേവി ഉണ്ടല്ലോ. പച്ചവെള്ളം ഒഴിക്കണ്ട. പച്ചവെള്ളം ഒഴിച്ചാൽ അതിൻ്റെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാം നമുക്ക്. ഞാൻ ചൂടുവെള്ളം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചൂടുവെള്ളം, തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. ഇതൊന്നും എല്ലാം കൊണ്ട് സെറ്റായിട്ട് വരാൻ വേണ്ടിയിട്ട് മതിയാവും. ഒരു 1/2 ഗ്ലാസ് വെച്ച് എല്ലാം ഒന്ന് തിളക്കട്ടെ. നല്ല വൃത്തിക്ക് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചു കേട്ടോ. 5 മിനിറ്റ് ഒന്നും വേണ്ട, ഒരു 3 മിനിറ്റ്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. നേരത്തെ അടച്ച് വെച്ചല്ലേ. നല്ല അടിപൊളി മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായില്ലേ?
ഇതിലേക്ക് നമുക്ക് മല്ലിയില ഒന്ന് ഉതറി കൊടുക്കാം കുറച്ച്. മല്ലിയില ഇഷ്ടമല്ലാത്തവരിടണ്ട. ഇതാ സൂപ്പറായിട്ടില്ല റോസ്റ്റ് റെഡിയായി. ലൈക്ക് ചെയ്യുക, ഷെയർ എന്തായാലും ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും നിങ്ങളെ കൂട്ടുകാരിലേക്കെല്ലാം എത്തിക്കണം. എന്നെ സപ്പോർട്ട് ചെയ്യണം എല്ലാവരും. താങ്ക് യു.